പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങൾക്ക് പരിശുദ്ധ കന്യാമറിയത്തെ അമ്മയായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം പരിശുദ്ധ അമ്മയോടൊത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ ഈ ദിവസത്തിൽ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പൂർണ്ണതയിലേക്ക് കടന്നു വരണമെങ്കിൽ അങ്ങയുടെ സ്പർശനം ആവശ്യമുണ്ടെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഓർമ്മിപ്പിച്ചു. മൂകനും ബധിരനുമായ മനുഷ്യൻ്റെ ചെവികളിൽ തൊടുകയും നാവിൽ സ്പർശിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങവന് സമ്പൂർണമായും സൗഖ്യം നൽകിയതുപോലെ പരിശുദ്ധ കന്യാമറിയം അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണമായിട്ടും സമർപ്പിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും ഇതാ സമർപ്പിക്കും. നീ ഞങ്ങളെ തൊടണമേ. അടഞ്ഞുപോയ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ നീ തുറന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിടുതൽ നൽകി അനുഗ്രഹിക്കണം. നീ ഞങ്ങളോടും എന്ന് പറയണേ, എഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന്. ഇന്ന് ഞങ്ങളോട് നീ ആവശ്യപ്പെടുന്നു. ഞങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തെ അടച്ചു കളഞ്ഞ വാതിലുകളുണ്ടെങ്കിൽ അതൊക്കെ തുറക്കണമെന്ന്. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ അവരുടെ വിഷമസന്ധികളിൽ ആശ്വസിപ്പിക്കണമെന്ന്, അവരെ ചേർത്ത് പിടിക്കണമെന്ന്, അവരുടെ വിഷമങ്ങളിലും സങ്കടങ്ങളിലും ഞങ്ങൾ കൂട്ടായിരിക്കണമെന്ന്. ഇതാ നിൻ്റെ അമ്മയെന്ന് യോഹന്നാനോട് പറഞ്ഞപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളോടും പറഞ്ഞതെന്ന് ഞങ്ങളറിയുന്നു. യോഹന്നാനമ്മയെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് യോഹന്നാൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി മാറ്റിമറിച്ചു. ഈ അമ്മയുടെ ജന്മദിന തിരുനാളിൽ ഞങ്ങൾ ഓരോരുത്തരും ഇതാ നിൻ്റെ തിരുമുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. അമ്മേ മാതാവേ, അമ്മയുടെ മടിയിൽ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷകളെ സ്വീകരിച്ച് സാധിച്ചു തരണമേ. അമ്മയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും അമ്മ വഴിയായി സകലരും രക്ഷയിലേക്ക് കടന്നു വരുവാനും കൃപ നൽകണമേ. മിസ് ജോൺ മേരി വിയാനി പറഞ്ഞതുപോലെ അമ്മ വളരെയധികം തിരക്കിലാണ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. ആത്മാക്കളെ നേടിയെടുക്കുന്നവരെ അമ്മയ്ക്ക് വിശ്രമമില്ല എന്ന്. അമ്മേ മാതാവേ, ഞങ്ങളും അമ്മയെപ്പോലെ ആത്മാക്കളെ നേടിയെടുക്കുന്നതിന് ഞങ്ങളുടെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ടും സമർപ്പിക്കുവാൻ കൃപ നൽകണമേ. ആരുടെയും വിശ്വാസത്തിൻ്റെ വാതിലുകളും ജീവിതത്തിൻ്റെ വാതിലുകളും അടച്ചു കളയാതിരിക്കുവാൻ, എല്ലാവർക്കും രക്ഷയിലേക്ക് കടന്നു വരുവാനുള്ള വാതിൽ തുറക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടങ്ങളെ കാത്തുകൊള്ളണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവിധമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.